Welcome to BSc Main Physics, the paper 6, Digital Electronics and Computer Science. Today, we discuss some of the microprocessor program algorithms. Actually, we discuss algorithms. The programs are a bit difficult, so we can discuss some of the algorithms of the i8085 microprocessor. And this is the last lecture in this series. 66th lecture, last lecture in this series, that is chapter microprocessor we are discussing. So you look, algorithm to add two 80-bit numbers using 8085 MBU. Algorithm to add two 80-bit numbers using 8085 microprocessor. This is a question. Write an assembly language program. Actually, we write algorithm, not a program. Write an assembly language program to add two 80-bit numbers stored at address 2050 and address 2051 in 8085 microprocessor. The starting address of the program is taken as 2000. അപ്പോൾ ശരിക്കും പ്രോഗ്രാം ചോദിക്കാവുന്നതാണ്. പക്ഷേ പ്രോഗ്രാം ചോദിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും ഓർത്തിരിക്കുക അല്പം ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഒരു മെമ്മറിയെ ചെക്ക് ചെയ്യുന്നതാണ്. ഞാൻ അൽഗോരിതം മോഡലിൽ കൊടുത്തിരിക്കുകയാണ്. അൽഗോരിതം പഠിക്കുക. ഇപ്പോൾ രണ്ട് 8-ബിറ്റ് നമ്പർ 8085 MBU വെച്ചിട്ട് മൈക്രോ പ്രോസസർ യൂണിറ്റ് വെച്ചിട്ട് എങ്ങനെ ആഡ് ചെയ്യും അതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് സംഖ്യകൾ കൂട്ടുന്നത് കാണിച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ കാണിച്ചിരിക്കുകയാണ്. ഇൻപുട്ട് ഡേറ്റ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന രണ്ട് നമ്പറാണ്, രണ്ട് ഹെക്സാഡെസിമൽ നമ്പറാണ്. വൺ ഈസ് 3B ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ 2050 ലൊക്കേഷൻ ആൻഡ് അതർ ഈസ് F9 2051 ലൊക്കേഷൻ. സോ ഇൻപുട്ട് ഡേറ്റ രണ്ട് നമ്പേഴ്സാണ്, അതിൻ്റെ മെമ്മറി അഡ്രസ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് ഡേറ്റ 0134. 0 ക്യാരിയാണ്, 34 സമ്മായിട്ട് വരും. അതിൽ പിന്നെ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി അഡ്രസ്സ് 3051 3050 എന്നാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് അഡീഷനാണ്. അതായത് 3B ഹെക്സാഡെസിമൽ നമ്പരും F9 ഹെക്സാഡെസിമൽ നമ്പരും കൂട്ടിയിട്ട് മറ്റൊരു ഹെക്സാഡെസിമൽ നമ്പർ കിട്ടുമ്പോൾ അത് സ്റ്റോർ ചെയ്യുന്ന സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ഈ 3B എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെസിമലിൽ കൺവേർട്ട് ചെയ്താൽ 59 എന്ന് കിട്ടും. അതേപോലെ അടുത്ത നമ്പർ അതായത് F9 കൺവേർട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 249 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 308 കിട്ടും ഡെസിമലിൽ പറഞ്ഞാൽ. ആ 308 നമ്മൾ ഹെക്സാഡെസിമലിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അത് 134 എന്ന് വരും. 134 ഹെക്സാഡെസിമലിൽ 308 134 എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിൽ. അപ്പോൾ രണ്ട് 8-ബിറ്റ് ഹെക്സാഡെസിമൽ കൂട്ടി, അതായത് F9ഉം 38ഉം കൂടി കൂട്ടി നമ്മൾ 0134 കണ്ടുപിടിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ കൂട്ടുന്നത് 59 ആൻഡ് 249 ആണ്. ഡെസിമലിൽ പറഞ്ഞാൽ അത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 308. ആ ഒരു അഡീഷൻ ഹെക്സാഡെസിമലിൽ ഫോമിൽ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻപുട്ട് ഡേറ്റ കൊടുക്കുന്ന ലൊക്കേഷൻ അത് ആഡ് ചെയ്ത് സം കിട്ടുന്ന കാണിച്ചിരിക്കുകയാണ്, അതിന് ലൊക്കേഷനും കാണിച്ചിരിക്കുക. അപ്പോൾ ഇതിൽ ചില പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് കേട്ടോ. ആ ഇൻസ്ട്രക്ഷൻസ് നമ്മളിവിടെ കൊടുക്കുന്നില്ല. അൽഗോരിതം ഞാൻ പറയാണ്. ലോഡ് ദി ഫസ്റ്റ് നമ്പർ ഫ്രം മെമ്മറി ലൊക്കേഷൻ 2050 ടു അക്യൂമുലേറ്റർ. മൂവ് ദ കണ്ടന്റ് ഓഫ് അക്യൂമുലേറ്റർ ടു രജിസ്റ്റർ H. Load the second number from memory location 2051 to accumulator. Then add the content of register H and accumulator using add instruction and storing result in 3050. The carry generated is recovered using ADC command and is stored at memory location 3051. അപ്പോൾ ആഡ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് ADC ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് രണ്ട് 8-ബിറ്റ് ഹെക്സാഡെസിമൽ നമ്പർ കൂട്ടുന്ന വിധമാണ് കാണിച്ചിരിക്കുന്നത് 8085 മൈക്രോ പ്രോസസർ യൂണിറ്റിൽ. അടുത്തത് ഇപ്പോഴൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ പറയുന്നത്.
8085 program to add 3 16-bit numbers stored in registers. ഒരു 3 16-bit നമ്പർ എങ്ങനെയാണ് 8085 വെച്ച് കൂട്ടുക? പ്രോബ്ലം. റൈറ്റ് അസംബ്ലി ലാംഗ്വേജ് അൽഗോരിതം പ്രോഗ്രാം ടു ആഡ് 3 16-bit numbers stored in register HLDEBC, pair of registers HLDEBC, and store the result in D with a minimum number of instructions. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ്റെ എണ്ണം ഏറ്റവും കുറവ് കൊടുത്തിട്ട് 3 സംഖ്യകൾ കൂട്ടുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം. അപ്പം അത് കൂട്ടി അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന രീതി, അതിൻ്റെ ലൊക്കേഷനൊക്കെ ഇവിടെ പടത്തിൽ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻപുട്ട് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് 3 സംഖ്യകളാണ്. പിന്നെ BC രജിസ്റ്ററിൽ 2 എണ്ണം, D രജിസ്റ്ററിൽ 2 എണ്ണം, പിന്നെ അല്ലെങ്കിൽ BC രജിസ്റ്ററിൽ, D രജിസ്റ്ററിൽ, HL രജിസ്റ്ററിൽ, അങ്ങനെ 3 സംഖ്യകളാണ് കൂട്ടുന്നത്. അത് കൂട്ടി ഔട്ട്പുട്ട് നമ്മൾ പിന്നെ സ്റ്റോർ ചെയ്യുമ്പോൾ കിട്ടുന്നത് 4638 ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് എഴുതുന്നത്. ആ മുകളിലത്തെ 3 എണ്ണം കൂട്ടിയാൽ താഴത്തത് കിട്ടും. അപ്പം അതിൻ്റെ അസംഷൻ നോക്കുക. Numbers to be added are already stored in register HLDEBC. Numbers stored in register are such that the final result should be greater than FFFF. DADD performs the following task. Without the instruction, DADD performs the following task. H plus T, L plus C. DAD instruction take one argument and that argument can be registered. BDH or SP exchange XCHG instruction or SP XCHG instruction exchange the content of register D with H and E with L. Algorithm. Add the content of D register in HL and store the result in HL by the help of DAD instruction. Move the content of register B in D and C in E. Repeat step 1. Use XCHG instruction to swap the content of D with HL. We will get the result in DE. അതാണ് അതിൻ്റെ അൽഗോരിതം. പിന്നെ ഒന്ന് ഓർത്തിരിക്കാൻ നോക്കുക. 8085 പ്രോഗ്രാം ടു ഫൈൻഡ് മാക്സിമം ഓഫ് 2 8-bit നമ്പേഴ്സ്. 2 സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ അതിന് മാക്സിമം ആ സംഖ്യ കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം, അതിൻ്റെ അൽഗോരിതം. Problem. Write an assembly language program to find the maximum of 2 8-bit numbers in 8085 microprocessor. Assumptions. Starting memory locations and output memory locations are 2050, 2051 and 3050 respectively. അത് കാണിച്ചിരിക്കുകയാണ്. നമ്മൾ ആ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഇൻപുട്ട് ഡേറ്റ 1525, മെമ്മറി അഡ്രസ് 2050, 2051, ഔട്ട്പുട്ട് ഡേറ്റ 25, മെമ്മറി ലൊക്കേഷൻസ് 3050. അപ്പോൾ അതിൻ്റെ അൽഗോരിതം ഇങ്ങനെ വായിക്കാം. Load value in the accumulator, then copy the value of any of the register. Load next value in the accumulator, compare both values, check carry flag, it will reset them, jump to the required address to store the value, copy the result in the accumulator, store the result at the required address. അതാണ് ആ ആൽഗോരിതം. ഇനി
one more program. 8085 program to subtract two 8-bit numbers with or without borrow. 8-bit number എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക, അതിൻ്റെ അൽഗോരിതം. Problem. Write a program to subtract two 8-bit numbers with or without borrow, where the first number is at 2500 memory address, second number is at 2501 memory address, and store the result in 2502 and borrow into 2503 memory address. Example ആണ് കാണിച്ചിരിക്കുന്നത്. HL registers input data 0304 memory address 2501 2500. Result borrow output data 0101 memory address 2503 2502. അതിൻ്റെ അൽഗോരിതം. Load 00 in register C for borrow. Load 2 8-bit number from memory into registers. Number 3, move one number to accumulator. 4, subtract the second number with the accumulator. Number 5, if borrow is not equal to 1, go to step 7. Increment the register for borrow by 1. Store accumulator content in memory. Move content of register into accumulator. Store content of accumulator in other memory location. Stop. ഒരു 4 പ്രോഗ്രാം അൽഗോരിതം കൊടുത്തിരിക്കുകയാണ്. ചിലപ്പോൾ ഒരെണ്ണമെല്ലാം ചോദിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ കൂടെ അങ്ങ് അവസാനിപ്പിക്കുക. കാരണം ഇവിടെ പ്രോഗ്രാം സ്റ്റെപ്പ് നമ്മൾ ആഡ് മൂവ് പോലെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ആക്ച്വൽ പ്രോഗ്രാം ഇവിടെ എഴുതിയിട്ടില്ല. അത് കുറച്ച് ലെങ്തിയാണ്. അത് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രെയിനാണ്. എഴുതിന് കുഴപ്പമില്ല, കുറേ നീണ്ടു പോകും. അപ്പോൾ അങ്ങനെ അത്രയും വലിച്ചുവരി പഠിക്കണ്ട. ഈ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തി ടോപ്പിക്കാണ്. ഗാവങ്കറിൻ്റെ പുസ്തകമാണ്. അത് നമ്മുടെ ഒരു വലിയൊരു പുസ്തകമായിട്ട് ബുക്കായിട്ട് വരും. അത് കംപ്ലീറ്റ് വായിച്ച് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന നമ്മുടെ ഈ കുറച്ച് സമയം കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൈക്രോ പ്രോസസ്സറിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ആദ്യം മുതൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചാലേ എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുറേ കാര്യങ്ങൾ നിങ്ങളെ ഒരു ആളുകളിലേക്ക് അപ്പുറത്താണ്. അപ്പോൾ തൽക്കാലം ഈ പരീക്ഷാ പോയിന്റിൽ ഇതെല്ലാം ഓർത്തിരിക്കുക. നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ ഇതെല്ലാം കാര്യമായിട്ട് പഠിക്കുന്നതാണ്. MSc ക്ലാസ്സിലൊക്കെ മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളൊക്കെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അവിടെ ആദ്യാവസാനം പുസ്തകം നോക്കി പഠിക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പഠിച്ചു വന്നാലേ മനസ്സിലാകുള്ളൂ. ഇടക്കുന്ന കയറി ഒരു സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യാൻ പ്രയാസമുണ്ടാകും. ആ ഡിഫിക്കൽട്ടി ഇവിടെയുണ്ട്. അപ്പോൾ എക്സാമിനേഷൻ പോയിന്റിൽ ഏതാനും ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുന്നതാണ്. അത് പഠിക്കാവുന്ന അത്രയും പഠിക്കുക. ഇതോടുകൂടി നമ്മൾ ഈ പേപ്പറിൻ്റെ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന പേപ്പർ പരിസമാപ്തിയാകുകയാണ്, തീർക്കുകയാണ്. അപ്പോൾ ഇത് ഒരു വലിയൊരു പേപ്പറാണെന്ന് എനിക്ക് തോന്നുന്നത് മറ്റേത് പേപ്പറിനേക്കാൾ. ഇപ്പോൾ നിങ്ങൾ സോളിഡ് സ്റ്റേറ്റ് എടുത്താലും ന്യൂക്ലിയർ എടുത്താലും അതുപോലെ ഒപ്റ്റിക്സ് എടുത്താലും അതിനൊക്കെ വലിയ പേപ്പറാണ്. കാരണം കുറച്ച് മണിക്കൂറേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും ഇത് പേപ്പർ അല്പം വലുതാണ്. പല ടോപ്പിക്ക് അല്പം പ്രയാസമുള്ളതാണ്. അപ്പോൾ ഒന്ന് മനസ്സിരുത്തി പഠിക്കുക, ക്വസ്റ്റ്യൻ ആൻസർ മോഡൽ പഠിക്കുക. ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അത് കംപ്ലീറ്റ് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അത് ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റും. ഈ പ്രാവശ്യത്തെ പരീക്ഷ കുറച്ച് ഉദാരമായിരിക്കും എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും. പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടത് വളരെ ടഫായിട്ടാണ് കണ്ടത്. ഇപ്പോൾ സെക്കൻഡ് ഇയർ ക്വസ്റ്റ്യനൊക്കെ അല്പം ടഫായിട്ടാണ് ഞാൻ കണ്ടത്. എന്നാലും അത് പരീക്ഷയ്ക്ക് കുറച്ചുകൂടി ഉദാരമായിട്ട് മാർക്ക് തരുമായിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ പേപ്പർ ഇവിടെ തീർക്കുന്നു. നിങ്ങളെല്ലാം എഴുതിയൊരു നോട്ട് തയ്യാറാക്കി പഠിക്കണം. ഈ കമ്പ്യൂട്ടർ നോക്കി അല്ലെങ്കിൽ മൊബൈൽ നോക്കി പഠിച്ചാൽ ശരിയാകത്തില്ല. എല്ലാ നോട്ടും നോട്ട് ബുക്കിൽ പകർത്തി അത് നോക്കി പഠിക്കണം. എന്നിട്ട് പുറകോട്ട് റഫർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം പഠിച്ചിരിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് എഴുതി ചോദിച്ചാൽ മതി. The paper is over. Thank you very much.